ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പൈത്തൺ ടെലഗ്രാം ബോട്ട്സിൻ്റെ റിപ്പോസിറ്ററിയിലേക്ക് ഡോക്കർ ഫയൽ സെറ്റാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഡോക്കർ ഫയലിൽ നിന്ന് ഈ ഒരു സംഭവം പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഓക്കെ, നമുക്ക് സെർവറിലൊക്കെ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാമിലുള്ള സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാൻ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാവുന്ന പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളുടെ നല്ല വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ റിപ്പോസിറ്ററി ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള റിപ്പോസിറ്ററി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ബോട്ടിൻ്റെ റിപ്പോസിറ്ററിയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ബോട്ടിൻ്റെ റിപ്പോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്രിയേറ്റ് ന്യൂ ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ന്യൂ ഫയലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയലിനൊരു പേര് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഡോക്കർ ഫയലായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ബിഗ് ലെറ്ററിൽ ഡി അടിച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയെല്ലാം ഫുള്ള് സ്മോൾ ലെറ്ററിലാണ്. പിന്നെ അവിടെ എഴുതിയിട്ട് കാണിക്കുന്നില്ല, അതുപോലെ തന്നെ കൊടുത്താൽ മതി ഡോക്കർ ഫയലായിട്ട്. ഓക്കെ, എന്നിട്ടായിട്ട് ഇത് വരുന്നില്ല. ഓക്കെ, അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഡോക്കർ ഫയലിൽ അങ്ങനെ എഴുതിയിട്ട് വരത്തില്ല, നിങ്ങൾ ഫസ്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി നേരത്തെ അടിച്ച് വെച്ചുകൊണ്ടാണ് എനിക്കവിടെ ഡോക്കർ ഫയലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എൻ്റെ എൻ്റർ ഫയൽ കണ്ടൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ERLT. അപ്പോൾ ഓക്കെ, ഞാനിവിടെ ഫ്രം എന്നെല്ലാം അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഫ്രം അങ്ങനെയല്ല, ഫ്രം ബിഗ് ലെറ്ററിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഫ്രം ബിഗ് ലെറ്ററിൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് പൈത്തൺ എന്ന് സ്മോൾ ലെറ്ററിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു സ്പേസ് വിട്ടിട്ട് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, രണ്ട് പുള്ളിക്കുത്ത് ഇട്ട് കൊടുക്കാം. രണ്ട് പുള്ളിക്കുത്തിൻ്റെ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൈത്തൻ്റെ വെർഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് 3.8. ഓക്കെ, 3.9 കൊടുക്കുക. നിങ്ങളിഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്തോ, 3.9 8 10 നിങ്ങളിഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വർക്ക് ആൻഡ് ഡിർ ഫുള്ളും ബിഗ് ലെറ്ററിലാണ് വർക്ക് DIR ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സ്മോൾ ലെറ്ററിൽ. ഇപ്പം ഞാൻ ഇവിടെ എങ്ങനെയാണ് അടിച്ചിട്ട് കൊടുക്കുന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, ഒന്നും മാറ്റം വരുത്താനില്ല. അടുത്തതായിട്ട് കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഒരു പുള്ളി കുത്തിട്ട് കൊടുക്കാം. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം സ്ലാഷ് ബാർ ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലാഷ് ബാർ അടിച്ചതിന് ശേഷം ആപ്പ് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യാം. എൻ്റെ സ്ലാഷ് ബാർ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് കയറാം. എന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് റൺ എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിവിടെ റെക്യൂമെൻറ്റ്സ് ഇവിടെ ഇൻസ്റ്റാൾ ആക്കി കൊടുക്കണം. അതിന് വേണ്ടി PIP ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം, ഒരു സ്പേസ് വിട്ടതിന് ശേഷം. ഓക്കെ, എന്നിട്ട് ഇവിടെ അതിലും കൊടുക്കേണ്ടത് ഒരു മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം. എന്നിട്ട് R ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു റെക്യൂമെൻറ്റ്സിൽ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ആക്കി കൊടുക്കാം. ഓക്കെ, കാണിച്ചു തരാം. ഈ ഒരു റെക്യൂമെൻറ്റ്സ് നിങ്ങളുടെ റിപ്പോസിറ്ററിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്കർ ഫയൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ റെക്യൂമെൻറ്റ്സ് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, requirements.txt അത് മൊത്തത്തിലൊന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആറിൻ്റെ അവിടെ ഒരു സ്പേസ് വിട്ടതിന് ശേഷം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് അതിനെ വരാണ്. എന്നിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, CMDൻ്റെ ഫുൾ ഫോം കമാൻഡ് എന്നാണ്. ഓക്കെ, CMD ബിഗ് ലെറ്ററിലാണ്. എന്നിട്ട് ഒരു സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് സ്ക്വയർ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡബിൾ കോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡബിൾ കോട്ട് ക്ലോസ് ആക്കാം. എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, താഴെയുള്ള ഒരു കോമയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഡബിൾ കോട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബോട്ടിലുള്ള മെയിൻ ഫയലിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, മെയിൻ ഫയലിൻ്റെ പേര്. ഓക്കെ, മെയിൻ ഫയലിൻ്റെ പേര് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മെയിൻ ഫയൽ എന്താ വെച്ചാൽ main.py ആണ്. നിങ്ങളുടെ ബോട്ടിലുള്ള മെയിൻ ഫയൽ ഏതാണെന്ന് നിങ്ങളൊന്ന് തപ്പി പിടിച്ചിട്ടെടുക്കാം. എന്നിട്ടായിട്ട് നിങ്ങളുടെ ബോട്ടിലുള്ള മെയിൻ ഫയലിൻ്റെ പേരൊന്ന് കൊടുക്കാം. ഓക്കെ, മെയിൻ ഫയലാണ് ഇതെൻ്റെത്. എൻ്റെ main.py ആണ് ഈ മെയിൻ ഫയലിൻ്റെ പേര്. ഓക്കെ, ഞാനിവിടെ main.py എന്നടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഡബിൾ കോട്ട് ക്ലോസ് ആക്കാണ്. ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ആക്കാണ്. എന്നിട്ട് അവസാനമായിട്ട് കാണാൻ സാധിക്കും കമ്മിറ്റ് ചേഞ്ചസ് സെലക്ട്, അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനെക്കാട്ടി മുമ്പ് ഇവിടെ കാണാൻ സാധിക്കും വർക്കർ ഡിറിൻ്റെ അവിടെ സ്ലാഷിൻ്റെ അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സ്പേസ് നേരാക്കിയിട്ടുണ്ട്. എന്നിട്ട് കമ്മിറ്റ് ന്യൂ ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സേവിങ് ആവുന്നുണ്ട്. ഓക്കെ, സേവിങ് ആയതിന് ശേഷം നിങ്ങൾ പുതിയൊരു ഫയൽ ആദ്യം വീണ്ടും ഒന്ന് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ടായിട്ട് ഈ ഫയലിന് പേര് കൊടുക്കേണ്ടത് ഫുള്ള് സ്മോൾ ലെറ്ററിലാണ് heroku.yml. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്കിടെ കാട്ടിക്കുന്നുണ്ട് heroku.yml ആയിട്ട് താഴെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരുന്ന പറ്റില്ല. നിങ്ങൾ പുതിയൊരാളാണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാണ് നമുക്ക് അതുപോലെ വരാത്തത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ബിൽഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, BUILD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഡബിൾ പുള്ളിക്കുത്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിലേക്ക് എന്നിട്ട് 4 സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, 4 സ്പേസ് വിട്ട് കൊടുത്തു. എന്നിട്ടായിട്ട് അതിലൂടെ ഡോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡോക്കർ ഡബിൾ പുള്ളിക്കുത്ത് ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും എന്നിട്ട് 8 സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് വർക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വർക്കർ ഡബിൾ പുള്ളിക്കുത്ത് 1 സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വർക്കാവേണ്ട ഏത് ഫയൽ എന്നാണ് വെച്ചാൽ നമ്മളുടെ ഡോക്കർ ഫയലാണ്. ഓക്കെ, ഡോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡോക്കർ ഫയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡോക്കർ ഫയലിൻ്റെ അടിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് സ്പെല്ലിങ് ബിഗ് ലെറ്റർ സ്മോൾ ലെറ്റർ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്പോസ്റ്റിൽ നമ്മൾ നേരത്തെ ഡോക്കർ ഫയൽ സെറ്റാക്കി കൊടുത്തിട്ട് ആ ഒരു ഡോക്കർ ഫയലിൻ്റെ പേര് നേരെ പോയിട്ടൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ നേരെ അടിച്ചു കൊടുക്കുകയാണ് ഡോക്കർ ഫയൽ. നോക്കി ഇപ്പോൾ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, F ബിഗ് ലെറ്റർ ആയിട്ടുണ്ടായത്. ഓക്കെ, ഡോക്കർ ഫയൽ ഇപ്പോൾ സ്മോൾ ലെറ്റർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലെ കമ്മിറ്റ് ചേഞ്ചസിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ വർക്ക് ഇപ്പോൾ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്കർ ഫയൽ ഇങ്ങനെയാണ് സെറ്റാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഹീറോക്കുൽ റണ്ണാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്താക്കണമെന്ന് വെച്ചാൽ അവരുടെ app.json ഓക്കെ, app.json പോയിട്ട് ഇതുപോലത്തെ ഒരു ഫയലൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, ഫയലല്ലേ പിന്നെ ജസ്റ്റ് സെറ്റാക്കുന്ന കാട്ടിച്ചേരുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിച്ചേരാം. ഓക്കെ, app.json പോയിട്ട് സ്റ്റാക്ക് അതിൽ പോയിട്ട് കണ്ടെയ്നർ ഒന്ന് നിർബന്ധമായി ഇൻസ്റ്റാൾ ആക്കണം. ഓക്കെ, പിന്നെ മാർക്കാക്കി കാട്ടിച്ചേരാം. ഓക്കെ, ഇതുപോലത്തെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാക്ക് പിന്നെ ഡബിൾ പുള്ളിക്കുത്ത് പിന്നെ സെമി കോളത്തിൻ്റെ ഉള്ളിൽ കണ്ടെയ്നർ. ഓക്കെ, ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലത്തെ ലാസ്റ്റ് ഒരു കൊമയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹീറോക്കു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഹീറോക്കുൽ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.